ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാതെ ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച് ചോറും കറി ഉണ്ടാക്കാം. ഇതെൻ്റെ ഫ്രണ്ട് ജുമാന എനിക്ക് തന്ന ഒരു സിംഗിൾ മീൽ സെറ്റാണ്. ഇതിനുള്ളിൽ ജാപ്പനീസ് റൈസും ബീഫ് കറിയും കൂടിയുള്ള ഒരു കോംബോയാണ്. ഇത് ഓപ്പൺ ആക്കിയപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ. ഇത് കുക്ക്ഡ് റൈസാണ്, ഇതാണ് ബീഫ് കറി. ഇതൊരു ഹീറ്റിംഗ് ബാഗാണ്, ഇതിനകത്തിട്ടിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ടിഷ്യൂ, ഒരു സ്പൂണും ഉണ്ട്. ഇനി ഇത് രണ്ടുമാണ് മെയിൻ സാധനങ്ങൾ. ഇത് ഹീറ്റിംഗ് സൊല്യൂഷനും ഇത് ഹീറ്റിംഗ് ഏജന്റും ആണ്. ഏജന്റ് ചെറുതായിട്ട് ഞാനൊന്ന് പൊട്ടിച്ചു നോക്കി. ഇതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റിംഗ് ബാഗിലേക്ക് നമ്മുടെ ഈ ഹീറ്റിംഗ് ഏജന്റിലെ അതിനെ എടുത്തിട്ട് ഈ ഏജന്റിനെ ഏറ്റവും അടിയിൽ പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കുക്ക്ഡ് റൈസും ബീഫ് കറിയും കൂടെ ഇൻസേർട്ട് ചെയ്യണം ഈ ബാഗിലേക്ക് തന്നെ. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇത് ഈ നമുക്ക് കിട്ടിയ ബോക്സിലെ ആ ബോക്സിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യണം. ാണ് നമ്മുടെ ഹീറ്റിംഗ് സൊല്യൂഷൻ വരുന്നത്. ഈ ഹീറ്റിംഗ് സൊല്യൂഷൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ ഹീറ്റിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ തിളയ്ക്കുന്ന കാണാൻ പറ്റും. ഇനി ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ചൂടുണ്ട്. ഇതാണ് നമ്മുടെ റൈസ്. റൈസ് എല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് കവറിൽ കാണിച്ചിരിക്കുന്ന പടത്തിലെ പോലെ റൈസിൻ്റെ സൈഡിൽ തന്നെ ബീഫ് കറി സെർവ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. ഇനി ബീഫ് കറി എന്തായെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സ്ഥിരം ടെസ്റ്റർ എത്തിയിട്ടുണ്ട്. എൻ്റെ ഫുഡ് മാത്രമല്ല, ഈ ജാപ്പനീസ് പരീക്ഷണവും റോയ്സ് തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഫുഡ് തരക്കേടില്ലായിരുന്നു, പക്ഷെ നമ്മുടെ ഇന്ത്യൻ കറി പോലെ ഒരു സ്പൈസി കറി അല്ലായിരുന്നു, ചെറിയൊരു മധുരിപ്പ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതൊരു റെസ്ക്യൂ ഫുഡാണ്. എർത്ത് ക്വിക്ക് പോലുള്ള കലാമിറ്റീസ് വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്.